എം ജെ അങ്കിൾ, ഇനി നമ്മൾ ഒത്തിരി നോക്കിയിരുന്ന ഒരു പെർഫോമൻസ് വരാൻ പോവാണ്. ഒരാളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നാളായി നമ്മുടെ ടോപ്പ് സിംഗർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പെർഫോമൻസിലൂടെയും സംസാരിച്ചും ഒക്കെ നമുക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് നമ്മുടെ ജുവൽ കുട്ടി. ജുവൽ കുട്ടിയുടെ ഫാമിലി നന്നായി ഒന്ന് പരിചയപ്പെടണം നമുക്കൊരാഗ്രഹമില്ലേ? ഒത്തിരി ആഗ്രഹമുണ്ട്. കാരണം ജുവൽ കുട്ടി എങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ആരുടെ അടുത്തുനിന്നായിരിക്കും ഇങ്ങനെ, ഇത് ആരുടെ സ്കില്ലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് അറിയാനൊരു തോന്നുമല്ലോ. അതെ, ആ ത്വര നമ്മൾ ഇന്ന് മാറ്റാൻ പോവാണ്. ജുവൽ കുട്ടിയുടെ ഫാമിലി റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ജുവൽ കുട്ടി ആൻഡ് ഹർ ഫാമിലി ഓൺ സ്റ്റേജ്. ആര്യ ചേച്ചി, ഇത് പൂവാണോ രക്തമാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. രക്തമോ? അത് ഒന്നാം തരം പൂവാണല്ലേ? ചുവന്ന പറക്കുന്നില്ലേ? ഊത്. ജുവൽകുട്ടി, ഞാനൊരു ന്യൂസ് കേട്ടു, ശരിയാണോ? എന്താ ന്യൂസ്? ആരുടെ രണ്ടുപേരുടെ കാല് ഒടിച്ചു എന്നൊക്കെ. അത് ഞാൻ തന്നെ പറഞ്ഞല്ലയോ. ഞാൻ രണ്ടുപേരുടെ ഒരാളുടെ മാത്രമേ ഓടിച്ചത്. ഞാൻ അറിഞ്ഞില്ലല്ലോ. രണ്ടാക്കിയത് രണ്ടാമത്തേത് തന്നെ വീണതാ. ഒരാളുടെ രണ്ട് കാലും ഓടിച്ചു മാത്രം പറഞ്ഞോ? അല്ല, രണ്ടുപേരുടെ ഒരു കാല്. അതൊന്ന് എക്സാജറേറ്റ് ചെയ്താണോ ഞാൻ രണ്ടുപേരുടെ കാല് ഒടിച്ചു എന്നുള്ളത്? അതെങ്ങനെയാ? അത് മനസ്സിലായി. അതെങ്ങനെയാ? അത് ഒന്ന് അമ്മയുടെ ഒന്ന് ആന്റിയുടെ. ഇപ്പൊ ഒടിഞ്ഞിരിക്കണോ അവര്? അയ്യോ, നീ എന്ത് ചെയ്തു? അല്ല, ഒന്ന് അമ്മയുടേത് ഒടിഞ്ഞില്ല. ഇങ്ങനെ ഞാൻ നടക്കുമായിരുന്നു, അപ്പൊ അമ്മ തൊട്ട് പുറകെ ഉണ്ടായിരുന്നേ. അമ്മയുടെ കാല് എന്റെ ചെരുപ്പിലോട്ട് കേറി, എന്നിട്ട് നഖം പുള്ളിങ്ങളകി. സിമ്പിൾ. അടുത്ത ആക്സിഡന്റ് ഇറ്റ്സ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് മീ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഫാമിലി റൗണ്ടിന് മുമ്പല്ലേ, ഇന്നലെ ആന്റി കടയിൽ പോയിട്ട് മഴയായിരുന്നു. മഴയായപ്പോ തെന്നി വീണ് കാല് ലിഗമെന്റ് ഫ്രാക്ചർ ആയി. അയ്യോ, ഞങ്ങൾ അവരുടെ ഡാൻസ് ഒക്കെ കാണാൻ. അമ്മയുണ്ട്, രണ്ട് യക്ഷിമാരുണ്ട്, പിന്നെ ആരാ, അങ്കിളുണ്ട്, ബ്രദർ ഉണ്ട്. മൊത്തം എത്ര പേരുണ്ട്? 7-8 അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ ഫ്ലോറിൽ ഏറ്റവും അധികം വരണമെന്ന് ആഗ്രഹിച്ച ആരെയാ? അപ്പല്ലേ? അപ്പൊ എന്തായാലും കാണുമ്പോ ഈ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. സംശയം കേട്ടോ. അപ്പൊ അപ്പയ്ക്കൊരു ഹായ് നമുക്ക് പറഞ്ഞാലോ? അതെ, എല്ലാരും കൂടെ കൂടി. ഹലോ. ചൈനയിൽ എവിടെയാ? അതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിയാം. ചൈനയിൽ പോയോ? അതെങ്ങനെ? അത് ബിസിനസ് മീറ്റിംഗിന് പോയത്. എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു. ചൈനയിൽ എവിടെ? ബീജിംഗിലാ പോയത്? ബീജിംഗ് അല്ല, എന്താണ് പേര് പറഞ്ഞ് മറന്നുപോയി. അയ്യും ഉണ്ട്, ഒരു ഓയും ഉണ്ട്, ചിങ് ചോങ് പോലെ. അതുപോലെ പിന്നെ എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞായിരുന്നു എന്നോട്. ചൈനീസ് പറയാൻ പറ്റില്ല. ചൈനീസ് ഭക്ഷണം ഇഷ്ടമാണോ? ചൈനീസ് ഭക്ഷണം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ആര്യ ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. എന്നിട്ട് എന്റെ അടുത്ത് ഏത് സമയം നീ കൊച്ചിയിൽ വരണം, ചെയ്ത ഒരു ചൈനീസ് കടയുണ്ട്, അവിടെ കൊണ്ടുപോകും, എന്നിട്ട് അവിടുത്തെ എല്ലാ ഭക്ഷണവും മേടിച്ചിരുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചൈനീസ് നൂഡിൽസും ചൈനീസ് ആര്യ ചേച്ചി എന്റെ ഫാനാടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൗമിയൻ, ചൗഫാൻ. കണ്ടോ കൊതി വരുന്നു. നൂഡിൽസിന് മിയാൻ എന്ന് പറയും. ഫാൻ എന്ന് പറഞ്ഞാൽ റൈസ് എന്നർത്ഥം. എനിക്ക് ഫാൻ ഇഷ്ടമല്ല. സിമ്പിൾ. പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയൂ. മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും. ആ പാട്ടല്ലേ? അല്ല, പാട്ട് മനസ്സിലായി. അവസാനം അട്ടകാസം അതുകൊണ്ട് അങ്ങനെയുണ്ട് അതില്. അങ്ങനെ ഒരു സാധനമൊക്കെ വരും ആ സിനിമയിൽ. എങ്ങനെയാ? ചതിക്കാത്ത ചന്തു. സിനിമ ചതിക്കാത്ത ചന്തു 2004 ഇയർ. മ്യൂസിക് അലക്സ് പൗൾ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് റിമി ടോമി ചേച്ചി. റിമി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിമി ചേച്ചി. അയ്യോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഉഗ്രൻ ഡാൻസ് ആണെന്നറിയോ? അപ്പൊ പാടാം. ഓക്കേ, ഫാമിലി റൗണ്ട്. ഫാമിലി റൗണ്ട്. യെസ്, ഓൾ ദി ബെസ്റ്റ്.
തിരഞ്ഞു മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞു പൊന്നാമ്പലിലെ മഞ്ഞായലിഞ്ഞു ഇല്ല വെയിലിൽ പറന്നുയരും പൊന്നാവണിക്കാറ്റാണു ഞാൻ മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞു പൊന്നാമ്പലിലെ മഞ്ഞായലിഞ്ഞു സന്ധ്യതൻ തീരങ്ങളിൽ പൂവികൾ പാടങ്ങളിൽ മഴയുടെ മലർന്നീ തുള്ളിയാ പുലരിയിലൊരു പൂന്തെന്നലാ പ്രണയതാരാപഥം തിരഞ്ഞു പോകുന്നു ഞാൻ മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞു പൊന്നാമ്പലിലെ മഞ്ഞായലിഞ്ഞു ഈ മാറിവിൽ പക്ഷിതൻ പൊൻകൂവലാ ഈ മോഹമാ യാത്ര തൻ സംഗീതമാ മുകിലലയിലെ മൂവന്തിയാ അലഞ്ഞൊറിയുമൊരാനന്ദമാ പ്രണയദീപങ്ങളും തിരഞ്ഞു പോകുന്നു ഞാൻ മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞു പൊന്നാമ്പലിലെ മഞ്ഞായലിഞ്ഞു ഇലവെയിലിൽ പറന്നുയരും പൊന്നാവണിക്കാറ്റാണു ഞാൻ വാവ് 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 ജ്വൽ കുട്ടി എന്ന യക്ഷി ഏത് ജാതി ചിരിയെ ചിരിച്ചു. അതെ, ഞാനത് ശരിക്കും ചിരിച്ചുപോയി. ഞാൻ ഒറിജിനൽ യക്ഷി എനിക്ക് തോന്നുന്നില്ല അത്രയും ഗംഭീരമായിട്ട് ചിരിക്കുന്നു. അയ്യോ അത് കിടിലായിരുന്നു കേട്ടോ ആ ചിരി. അതെ, ബെസ്റ്റ് ആയിരുന്നു. ശരിക്കും അവളങ്ങ് അതൊരു ജീവിച്ചു. ഭയങ്കര ഒരു അയ്യോ ഒന്നും കൂടെ കാണിച്ചു തരുമോ? അല്ല അത് ഏതോ ഒരു പഴയ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്. ഒന്നുകൂടെ കേൾപ്പിച്ചു തരുമോ? എങ്ങനെയായിരുന്നു അത്? ഓ അതാണ് സെറ്റ് ഹൈലൈറ്റ്. അതെ. മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞു പാട്ടിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ഇത് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു? എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു? ഞാനിത് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു കാരണം ഇത് വന്നതാ. ഒത്തിരി ചെയ്താല് തൊണ്ടയുടെ തൊണ്ടയ്ക്ക് പ്രശ്നം വരും. ആ 2 പ്രാവശ്യം തന്നെ എനിക്ക് മര്യാദക്ക് ചിരിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് അപ്പഴേ വീസിങ് മര്യാദയ്ക്ക് ചിരിക്കാൻ അറിഞ്ഞൂടെ? അല്ല അറിയാഞ്ഞിട്ടല്ല, ഉം. ഇങ്ങനെ കടകടാന്ന് ചിരിച്ചാൽ എനിക്ക് വീസിങ് വരും. വരും. ഓ ഓക്കെ, അപ്പൊ അത് ഞാൻ ചിരിക്കണ്ടായിരിക്കും. അതെ. പാട്ട് വളരെ ഒരു സിമ്പിൾ പാട്ടാണ്, പക്ഷെ അത് പെർഫോം ചെയ്യുന്ന രീതിയാണ്. ആ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് മോളെ പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ചിരിയും ഹൈലൈറ്റായി. 1-2 സ്ഥലത്ത് മോളെ ഒന്ന് ശ്രുതി ഡ്രോപ്പായി, പക്ഷെ ടോട്ടലി സ്പെക്ടാക്കുലർ. എല്ലാവരും കൂടിയുള്ള ഗംഭീര പെർഫോമൻസും. ഫാമിലിനെ ഒന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക്. ജുവലിന്റെ അങ്കിളാണ്. ഓക്കെ, പേര് ബിജു തോമസ്. ഓക്കെ. ഹലോ, എന്റെ പേര് ജിസ, ഞാൻ ജുവലിന്റെ ആന്റിയാണ്. ഓക്കെ. അയ്യോ ജുവലിന്റെ ആന്റി ശരിക്കും അഭിനയിച്ച് തകർത്തു. അഭിനയായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ജുവലിന് ഇത് കിട്ടിയത്. ആ ശരിക്കും പ്രേതങ്ങളെ കണ്ടിട്ട് പേടിച്ചോ? ഇവിടുത്തെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ പേടിച്ചായിരുന്നു. പേടിച്ചല്ലേ? അതിന്റെ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു ആന്റി അഭിനയിക്കായിരുന്നല്ലേ, ജീവിക്കായിരുന്നു. ജുവലിന്റെ കുഞ്ഞാന്റി. ഓക്കെ. ആന്റി. ആന്റിയുടെയാണ് കാല് നേരത്തെ പറഞ്ഞത്. ആ അൽവിൻ.
ആൽവിൻ. അൽവിൻ. ബ്രദറാ. ഓ Brother. ശരി ശരി. ഐറിസ് ജുവലിന്റെ സിസ്റ്ററാ. പേടിപ്പിച്ചേട്ടാ, പേടിപ്പിച്ച നമ്മളെ പിന്നാലെ കൂടെ വന്ന് പേടിപ്പിച്ചത്. അയർൺ ആൻഡ് ഫിലിപ്പ് ജുവലിന്റെ സിസ്റ്ററാ. മുഖത്ത് എന്താണ്, ബ്ലഡ് ആണോ? ജാം. ജാബ്. എൻ്റെ പേര് ഫിലിപ്പ്, ഞാൻ ജോലിൻ്റെ കൊച്ചുപ്പയാണ്. യെസ്. അപ്പം കിടിലൻ എന്താ പറയാ, ആ മേക്ക് ഓവറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ രണ്ടുപേരുടെയും. ഞാൻ ഈ അടുത്ത് വന്നപ്പോ ഞാൻ പേടിക്കോന്ന് ഞാൻ രാകേഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ പറഞ്ഞേ പേടിക്കോന്നും എനിക്കറിയാം, ഫാമിലി റൗണ്ട് അല്ലേ, സ്റ്റേജിൽ നിന്ന് കളിച്ചോളൂ വരുന്നത്. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചിലപ്പോ എന്നെ പേടിപ്പിക്കും. ഞാൻ മീനൂട്ട എന്തോ ഭാഗ്യത്തിന് പുറകിൽ നടന്നു വരുന്ന ഒച്ച കേട്ടപ്പോണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞും പൊന്നാമ്പലിലെ മഞ്ഞായലിഞ്ഞും കിനാവയിലിൽ പറന്നുയരും പൊന്നാവണിക്കാറ്റാണു ഞാൻ. എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഉണ്ണി സാറ് പറയുന്നുണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ടൊന്നും വരില്ല, പക്ഷെ മേളിൽ നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ വീഴും. അപ്പൊ അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ കളറായിട്ടോ ജോൽക്കുട്ട. പേടിപ്പിക്കാൻ ശ്രമിച്ചു ശരിക്കും. ഞാൻ അവര് നടന്നു വരുന്ന ശബ്ദം ഐറിസും ഐറിനും. യെസ്. ഐറിസിന് എന്താ പേരിട്ടെ? ഐറിസ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഒരു ഭാഗമല്ലേ അല്ലേ? 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ എന്തായാലും ഫാമിലി പേരെന്ത് വേണമെങ്കിൽ ഇടാം. മൊഴിന്ന് പേരിടാം, മിഴിന്ന് പേരിടാം, അതിൽ പെട്ടതാണിത്. അടിപൊളി. ഞാനിങ്ങനെ ഇവിടെ വെറുതെ പാട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു. അതിനിടയിൽ ആരോ തോണ്ടുന്നു. ഐറിസാണോ ഐറിനാണോ? ആരായിരുന്നു? ഐറിനാണ്. വല്ല ആവശ്യമുണ്ടോ? ഞാൻ വിചാരിച്ചു എന്തിനാ ആര്യ വന്ന് എന്തിനാ ഇങ്ങനെ ചൊറിയണം എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇതാ. പക്ഷെ ഉഗ്ര മേക്കപ്പ് കേട്ടോ. നിങ്ങളുടെ മേക്കപ്പ് അടുത്തുനിന്ന് കാണാൻ കൂടെ ഭയങ്കര രസമായിട്ടുണ്ട്. മിടുക്കികളാണ് കേട്ടോ രണ്ടുപേരും. വെരി ചെയ്തു കൊടുത്തത് ജിനുമാമന് രാജേഷ്. യെസ്, ജിനുമാമനും ജിനു ആൻഡ് രാകേഷ്. ഈ ഒരു ഫ്രാക്ചർ നമുക്ക് നമ്മുടെ ഒരു പെർഫോമൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. കാഴ്ചയായിരിക്കും. ആ കാഴ്ച ഇവിടെ കാണാൻ പറ്റി എന്നുള്ളത് നമുക്കും വളരെയധികം നമ്മൾ കൃതാർത്ഥരാണ്. താങ്ക്സ് ടു ജുവൽ. ഒരൊറ്റ ചോദ്യം, താരാപഥം അത് വേറെ ഏതോ പഥത്തിലൊക്കെ പോയല്ലോ. അത് ശരിയാ, മറച്ചു വെച്ചില്ലേ ഇത്ര നേരം? ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കള്ളക്കുട്ടിയാണേ. എനിക്ക് മനസ്സിലായി. ഞാൻ പിടിക്കും നമ്മളെ പിടിക്കും. അതൊന്ന് പിടിക്കും. പിടിക്കും ആർക്കും. അപ്പൊ ഒന്ന് അത് പഠിക്കാമോ? നമുക്ക് ഫാമിലി അവിടെ ഇരുന്നാലോ? ഓക്കെ, ഇപ്പൊ കൊള്ളാം. എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഈ ബേസ് നോട്ട്സ് അല്ലേ, ഇപ്പൊ ആ മിഡിൽ റേഞ്ചിലുള്ള നോട്ട്സ് അല്ലേ, മിന്നാമിനുങ്ങേ നിന്നെ തിരഞ്ഞു, അവിടെയൊക്കെ കുറച്ചും കൂടെ ഒരു ചെസ് വോയിസിന്റെ ബ്യൂട്ടി കൊണ്ടുവരണം. അപ്പൊ അത് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്ത് പാടണം. ഇപ്പൊ ഈ അട്ടഹാസമൊക്കെ കഴിഞ്ഞ് പാടാൻ സ്ട്രെയിനും കാണും. അതുകൊണ്ട് ഞാൻ രണ്ടാമത് പാടിക്കുന്നില്ല. അത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? റിമി പാടിക്കുന്നതിൽ അങ്ങനെയുണ്ട്, കുറച്ചും കൂടെ ചെസ് വോയിസ് വന്നിട്ടുണ്ട്. അത് നല്ലതാണ്. പിന്നെ മേളിൽ ഈ സ്ഥലത്ത് പാടുമ്പോൾ ഇതിലൊരു മിക്സ്ഡ് വോയിസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സ്ട്രെയിൻ വരും. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഹെഡ് വോയിസ് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. നല്ല രസമായിട്ട് പാടി. താങ്ക് യു. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു പാടിയപ്പോ. എന്താ പറയാ, ആ ഒരു പാട്ടിന് വേണ്ട ഒരു അളവുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ ചെറുങ്ങനെ ഒരു ശ്രുതി പോയ ഒരു സാധനം ജെസർ പാടിപ്പിച്ചല്ലോ. അതുപോലെ ചരണത്തിലും അതുപോലെ മേളിൽ ഹൈ നോട്ട് ഹിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫീൽ ചെയ്തു. അപ്പൊ അത് രണ്ടുമാണ് മെയിൻ സാധനങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു അധികം ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടൊന്നും അല്ല, ഈസി അല്ലേ പാടാൻ വേണ്ടിട്ട്. ആ ചരണത്തിലെ അനുപലവിയിലെ അത് അനുപലവിയുടെ ചരണത്തിലെ ആ ഹൈ സാധനം അത് മാത്രമേ ഉള്ളു ഇച്ചിരി ഇത് പാട്. അത് ശരിക്കുള്ള പാട്ട് എഫിലുള്ളത്. ഇതിപ്പോ ഏതിലാ പാടിയേ? ഡീല്. അത് കുഴപ്പമില്ല. ഇത് ഇനിയും കുറച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതായി പോയി. താഴെ കിട്ടില്ല. ഏത് കിട്ടില്ല? മിന്നാമിനുങ്ങേ പാടുന്ന ഭാഗം അല്ലേ? അതും ആദ്യത്തെ പല്ലവി ഇച്ചിരി ഡൗൺ ആയി പോയേനെ. അപ്പൊ കറക്റ്റാ, പിച്ച് കറക്റ്റാ. എനിക്ക് തോന്നുന്നു ആ ചിരിയും കൂടെ വന്നപ്പോഴാണ് പിന്നെ കുറച്ച് സ്ട്രെയിൻ ആയിട്ടുണ്ടാവുക. പിന്നെ
എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൺ മൂവിയാണ് ചതിക്കാത്ത ചന്തു. അതിലത്തെ ഒരുപാട് സീൻസ് എനിക്കും എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുറേ സീൻസ് ഉണ്ട്. അതിലൊരു ഇത് പറയുന്നുണ്ട്, ഒരാൾ മരിക്കാൻ ഇത്ര സമയം മതി, പക്ഷെ ഒരാളോട് പ്രേമത്തിലാവാൻ അതിന്റെ പകുതി സമയം മതി. അതുകൊണ്ടല്ലേ ഒറ്റക്കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ സൈറ്റ് അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട്. അതൊക്കെ രസമാണ്. ഈ പാട്ടിനകത്തുണ്ടല്ലോ സലീം സാർ ഇല്ലേ, നവ്യ ചേച്ചി പൊക്കുന്നുണ്ട് ഇങ്ങനെ റോപ്പ് വെച്ചിട്ട്. ഓ വാട്ട് എ വെയിറ്റ് കൊളോസോൾ ഫെല്ലോ. ഭയങ്കര രസമായി മൂവി. പ്രേതാടോ എന്ന് പറയുന്നത്. അതെ 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 അതെ. കുറേ സീൻസ് ഉണ്ട്. പറയുകയാണെങ്കിൽ മൂവിയുടെ ആദ്യം തൊട്ടിട്ട് അവസാനം വരെ പറയാനുള്ള അത്ര കോമഡി ഉള്ള ഒരു പടമാണ്. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. അപ്പൊ ആ പടം കണ്ട മെമ്മറി ഒക്കെ പിന്നെയും തിരിച്ചു വന്നു. അതുപോലെ ഈ പാട്ടിന്റെ സീനും കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഒരു വലിയ ഫാനൊക്കെ വെച്ച് കാറ്റൊക്കെ അടുപ്പിച്ചിട്ടൊക്കെയാണ് ഇത് വരുന്നത്. ഇറ്റ്സ് വെരി ത്രില്ലിംഗ് മൂവി ഓൾസോ. സോ ആ മെമ്മറീസ് ഒക്കെ കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച് ജുവൽ. നന്നായി പാടി കേട്ടോ, മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. മാർക്സ് കൊടുക്കൂ, മാർക്സ് കൊടുക്കൂ. ചന്തു ചതിക്കട്ടെ. ചതിക്കരുത് സാർ. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഉണ്ണിച്ചേട്ടനാണ്. യെസ്, അതെ, ചതിക്കാത്ത ഉണ്ണിയങ്ക്. ചതിക്കാത്ത ഉണ്ണിയങ്ക്. അപ്പൊ ഇന്ന് ജുവൽ കുട്ടന് 98 out of 100. അപ്പൊ ജുവൽ കുട്ട യക്ഷി ക്യാരക്ടറൊക്കെ അടിപൊളിയായിരുന്നു. അടുത്ത നമ്മൾ വെറൈറ്റി സാധനങ്ങളായിട്ട് വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. MJ അങ്കിൾ, ഇനി വരാൻ പോകുന്നത് ഒരു ഒന്നൊന്നര ആളാണ്. ഈ ആള് വരാനായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നും എന്തോ വലുത് വരാനിരിക്കുന്നു, എന്തോ സംഭവിക്കാൻ പോവാണെന്ന്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. കുഞ്ഞു വലിയ ആളാണോ? വലിയ ആളാണ്, ഒരു വലിയ ചേച്ചിയാണ്, ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ചേച്ചിയാ വരാൻ പോകുന്നത്. അതായത് ഡാൻസ്, അഭിനയം, പാട്ട്, മോഡലിംഗ് ഇതെല്ലാം ചെയ്യും. എന്ത് വേണേ പറഞ്ഞോ അതൊക്കെ ചെയ്ത് കാണിക്കുന്ന. വരാനുള്ളതേ വഴി തങ്ങൂല, ഒരിക്കലും തങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തങ്ങാതെ നമുക്ക് നേരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. ടെസ്സേനെ ഓർമ്മയില്ല? എടി, നമ്മൾ ഒരുമിച്ച് കൊറേ ആഡ് ചെയ്തിട്ടില്ലേ? പക്ഷെ ടോപ്പ് സിംഗറിൽ പോയപ്പോ നീ എന്നെ കൂട്ടിയില്ല. ടോപ്പ് സിംഗറിൽ പോണമെങ്കിൽ പാട്ട് പാടണോടാ. എനിക്ക് പാട്ട് അങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും പാടാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയുണ്ട്. അതിന് നമുക്ക് ഡാൻസ് അറിയാം? ഡാൻസ് അറിയാം, പക്ഷെ നീ എന്നെ പഠിപ്പിക്കും, ഞാൻ ചെയ്യും. എന്നാ എനിക്കൊരു കണ്ടീഷൻ. എന്താ? നീ ഇപ്പൊ വിനയൻ സാറിന്റെ പടത്തിലല്ലേ അഭിനയിക്കുന്നത്? യെസ്. എന്നാ നീ വിനയൻ സാറിനോട് പറയണം എന്നെ വെച്ച് വെള്ളി നക്ഷത്രം പോലുള്ള സിനിമ എടുക്കാൻ. ആ കാര്യം ഞാൻ ഏറ്റു. ആൻഡ് ഡീൽ. എന്നാ നമുക്ക് ഡാൻസ് ചെയ്യാം. ഓക്കെ. ഇതിന്റെ എന്നെ കൊണ്ട് പറ്റില്ല, ശ്രമിക്കാം. ഇതൊക്കെ പറ്റുള്ളൂ. അയ്യോ, ദേ ടെസക്കുട്ടി. ഇതെന്താടാ? മൂൺ വാക്ക്. സിനിമ ഉണ്ടോ മൈക്കൽ ജാക്സൺ? പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ഇതുവരെ? എനിക്കില്ലേ MJനെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്ന MJ അല്ല, പക്ഷെ പാട്ട് പാടുന്ന MJനെ ഇഷ്ടമാ. ബ്രേക്ക് കളിക്കുന്ന MJ, മൈക്കൽ ജാക്സൺ. ആ സിനിമ ആണ്. ഞാൻ ആ സിനിമ കണ്ടു കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനിമ. ഇഷ്ടപ്പെട്ടോ? ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര സിമിലർ അല്ലേ? അവരത്ര അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു. ജാക്സൺ 5, അവരുടെ കുടുംബം, അച്ഛൻ, അമ്മ, അവരൊക്കെ തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് മൈക്കൽ ജാക്സൺ എങ്ങനെയാണ് ആ മ്യൂസിക്കിലേക്ക് വരുന്നത്. ഞാൻ കണ്ടില്ല. ഇല്ല ഞാനും കാണാൻ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. അല്ല MJ അങ്കിൾ, അവരുടെ ലുക്സ് ഒക്കെ ഭയങ്കര അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ ട്രാക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ മൈക്കൽ ജാക്സന്റെ ഇഷ്ടപ്പെട്ട പോസ്റ്റ് ഞാൻ കാണിക്കട്ടെ? കാണിച്ചോ. സൗണ്ട് എഫക്ട്സ് ആണ്. നമുക്കപ്പൊ മ്യൂസിക് ഇട്ടിട്ട് ചെയ്താലോ? ഞാനൊരു ഡാൻസ് കളിക്കാം. ഓക്കെ, മൈക്കൽ ജാക്സന്റെ മലയാളം പാട്ടിട്ട്. എങ്ങനെ ഇരിക്കും നോക്കാം. ശരി, ഡൺ. ഓക്കെ, അനുപേട്ടാ പാട്ടിടാ നമുക്ക്.
ഇതാരായിരുന്നു പറഞ്ഞ ഇപ്പൊ കാണിച്ച ആരാ? MJ. എസ്സാ ജാക്സൺ. MJ. TJ. മൈക്കൽ ജാക്സൺ. TJ. അതോ ഇത് സലൻകുമാർ ആയിരുന്നു? ഞാനോ? തോന്നി. ഞാൻ പെണ്ണ. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ശ്രദ്ധിച്ചില്ലേ? മുദ്ര അത് അധികം അതെ, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര. ഞാന് ആ മുദ്ര ശ്രദ്ധിക്കുന്നതിന്റെ ആ പാട്ടായി ഇപ്പൊ ഇട്ടെ. ഓ, അതുകൊണ്ട് അങ്ങനെ തോന്നിയതാ MJ സാറിന്. തോന്നിയതാണല്ലേ? ആ, അതെ, മലയാളം പാട്ടായോണ്ട് തോന്നിയത് ശരിക്കും. എസ്കോട്ടല്ലോ, BPLോ, നീ എന്റെ മൊബൈലാണ്. ഞാൻ നിന്റെ അപ്പൊ ഞാൻ നിന്റെ മൊബൈലിനാണോ? ഞാൻ നിന്റെ മൊബൈലാണല്ലോ. മൊബൈൽ ആയെങ്കിൽ നീ വിളിച്ചോ നിന്റെ മൊബൈലാണെന്നൊക്കെ പറഞ്ഞില്ല. ആ പാട്ടിന്റെ വരിയല്ലേ? പറഞ്ഞു കൊടുക്കട്ടെ ബേബി, നീന്ന് വിളിച്ചല്ല, പാട്ടിന്റെ വരിയാന്ന് പറഞ്ഞു കൊടുക്ക MJ സാറിന്റെ അടുത്ത്. MJ ഒരു ബോധമില്ലെന്നോ അവള് മടുത്തു. കിട്ടി. കിളി പോയിരിക്കും MJ. സോറി. പാട്ട് എസ്കോട്ടലോ BPLോ, ഈ പാട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വെസ്റ്റേൺ സ്റ്റൈൽ പാട്ട്, യോയോ പാട്ട്. അതൊക്കെ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാള് വന്നിട്ടുണ്ട്. അതാരാ അത്? അതൊക്കെ സർപ്രൈസാ. ഇപ്പൊ കാണാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പൊ കാണാൻ പറ്റില്ലേ? പാടി തുടങ്ങുമ്പോ കാണാം. മീശയുള്ള ആളാണോ? ഒന്ന് പോക്കേ. പിന്നെ ചെറിയ എന്റെ അടുത്ത് ഇവിടെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഒന്ന് പൊക്കെ അവിടെ നിന്ന്. ഞാൻ പോട്ടോ. പിന്നെ ആരും മാർക്കും തരൂല. ശരിയാ, അപ്പൊ ആരും ഞാനത് ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ. അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരിക്കാം. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ്. വർഷം 2004. പിന്നെ മ്യൂസിക് ഡയറക്ടർ മോഹൻ സിത്താര സാറ്, MD രാജേന്ദ്രൻ സാറ്, ലിറിക് എഴുതി, സിനിമ, കൂട്ട്, പിന്നെ പാട്ട് എസ്കോട്ടല്ലോ. എസ്കോട്ടല്ലോ എന്ന് പറഞ്ഞ എന്താ? പണ്ടത്തെ ഒരു മൊബൈലാണെന്നാ മാമ പറഞ്ഞത്. ആണോ? BPLോയും. പണ്ടത്തെ ഒരു മൊബൈലായിരുന്നു. MJ ഞങ്ങളുടെ ഫസ്റ്റ് മൊബൈൽ ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? എസ്കോട്ടൽ. ആണോ? ശരിക്കും ഉണ്ണി അങ്കിളുടെ ആണോ? അപ്പൊ ആര് ചേച്ചിയുടെ? ഞാനപ്പോ കുഞ്ഞല്ലേ, എനിക്കപ്പോ ഫോണൊന്നും മേടിക്കാൻ പാടില്ല. ജനിച്ചിട്ടില്ലല്ലേ? അല്ല, ഈ ആര് ചേച്ചി എന്നാ ജനിച്ചേ? 1996. പ്രായം കുറവാണല്ലേ എല്ലാവരും? എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ച് കുഞ്ഞായി പോയി. എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളുണ്ട്. എന്നെ കഴിഞ്ഞ ബേബിയാണ് ആര്യ ചേച്ചി. മീനുകുട്ടനെ 2028 ജനിക്കാൻ പോണേ ഉള്ളൂ. അതെ, ഞാൻ ഇതുവരെ ജനിച്ചില്ല. വെയിറ്റ് ചെയ്യുക. അതെ. അപ്പൊ ഇത് പ്രേതമാണല്ലേ? കണ്ടോ വെള്ളമൊക്കെ ഇട്ട് വന്നത്? അതെ, കറക്റ്റ് ദിവസം. അപ്പൊ ടെസ് ബേബി പാടാം. താങ്ക് യു.
You will offer email കുയിലേ chatting കുളിരേ നീ എൻ ജീവനല്ലേ രാവും പകലും കൂടെ നടക്കാൻ ഞാൻ നിന്നെ നിഴലല്ലടാ നിൻ വേഷക്കെട്ടു വേണ്ട മോളെ ഞാനേറെ കണ്ടതാണടി നിഞ്ചോരം പെരുത്ത് പെരുത്ത് പോയൻ മോളെ നീ വേറെ കൂട് തേടിപ്പോ പോ എടി പോടി എടി പൊട്ടി എടി കള്ളി പെരും കള്ളി പോകാമേടാ ഇപ്പൊ പോകാമേടാ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എസ്കോട്ടല്ലോ പിപിയല്ലോ ഞാൻ നിന്റെ മൊബൈലായെങ്കിൽ എന്നും കാതിൽ വെച്ചേനെ അല്ലേ ചുണ്ടിലെ തേൻ കുടിച്ചേനെ ഒരു കാറ്റേറ്റാൽ പാറിക്കും പൂവാലി പെണ്ണെ ഒരു കാണാമറുകായെന്നു നിന്മാലിൽ പടരും എൻ ആപ്ലിക്കേഷൻ തള്ളി കളയരുത് പൊട മോനെ 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 എസ്കോട്ടല്ലോ ല്ലോ ഞാൻ നിന്റെ മൊബൈലായെങ്കിൽ എസ്കോട്ടല്ലോ പിപിയല്ലോ ഞാൻ നിന്റെ മൊബൈലായെങ്കിൽ സോ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആണോ? അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് മുറ്റത്തെ മുല്ലേ അതാര ഏതാണ് മുല്ല? മുല്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിലൊക്കെ നടാറില്ലേ? നടാറുണ്ട്. ആ അല്ല, നെടുന്ന ഇതാരാ? ചെടി. ആരുഷ്. ഞാൻ ആരുഷ്. ആരുഷ്. ആ ഇവൻ ആരാന്ന് പറഞ്ഞാലേ നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും. ആരാന്ന് പറയട്ടെ? ഒന്ന് ഞെട്ടണേ. ഞെട്ടിക്കാൻ ഞാൻ അതിശയൻ ഡയറക്ട് ചെയ്ത വിനയൻ സാറില്ലേ? ആ വിനയൻ സാറിന്റെ ഒരു ഫിലിമിനകത്തെ അതിശയനത് പുതിയ ഹിറ്റ് ഫിലിമിനകത്തെ ആഹാ. വരാൻ പോകുന്നേ ഉള്ളേ. വരാൻ പോകുന്നേ ഉള്ളൂ. അതിശയൻ. അത് അതിശയനാണോ? സിനിമ? അതിശയൻ സെക്കൻഡ് പാർട്ടല്ല അതിശയന്റെ. ആ. പക്ഷെ അതിശയൻ തന്നെ ഞാനാണ് അതിശയൻ. വിനയൻ സാറിന്റെ ബിഗ് ബ്രെയിൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഫാന്റസി മൂവി വരാൻ പോണെയാണ്. അതിനകത്ത് അതിശയനാണ് ഞാൻ. ആണോ? ഷൂട്ട് കഴിഞ്ഞോ? ഓ ഗ്രേറ്റ്. ഇല്ല കഴിഞ്ഞിട്ടില്ല, ജൂലൈയിൽ തുടങ്ങും. ജൂലൈ തുടങ്ങുന്നോ? അതിശയൻ. ഓക്കെ സൂപ്പർ. അവർ രണ്ടുപേരും അവരുടെ തന്നെ ഒരു യൂണിവേഴ്സിലാണ്. അതെ, അവരുടെ തന്നെ ആയിട്ടുള്ള ലോകം, അവരുടേതായിട്ടുള്ള മൂവീസ്, അവരായിട്ടുള്ള ആഡ്സ്. അതെ. ഇപ്പൊ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എം ജെ അങ്കിളിന് ഇഷ്ടപ്പെട്ടോ? പഞ്ചാര കുറച്ചെന്ന് പറഞ്ഞല്ലേ? കുറച്ച് അതെങ്ങനെ പറഞ്ഞേ? വൈശാഖികളെ പടം പറഞ്ഞ കുറച്ച് 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 അത് പ്രൊണൗൺസിയേഷൻ എങ്ങനെ അങ്ങനെ കിട്ടി? അത് നല്ലത് തോന്നുന്നു. അങ്ങോട്ട് നാച്ചുറൽ ആയിട്ട് വന്നാണോ? കുറച്ച് ആ പിന്നെ പോടാന്ന് പറഞ്ഞിട്ട്. അയ്യോ എന്തൊരു ചീത്ത വിളിയായിരുന്നു. കറക്റ്റ്. രണ്ടുപേർക്കും ബോധമില്ല. ആ എന്തേ ടെസ്റ്റ് ശരിക്കും കുട്ടി ഒട്ടും എന്തൊക്കെ ബോധമില്ല. വിളിച്ചു? ഫുൾ ഉണ്ണിസാറും പറഞ്ഞു പാട്ടിൽ ഫുള്ള് ചീത്ത വിളിക്കാൻ. രണ്ടുപേർക്കും ബോധമില്ല. നല്ലതാണെന്ന് പറയുന്നവർക്ക് മാത്രമാണ് ബോധം. ആ നല്ല പാട്ട്, ചീത്ത വിളിക്കുന്ന പാട്ടെല്ലാം നല്ല പാട്ട്. ചേച്ചിക്ക് ബോധമുണ്ട്. ഇപ്പൊ ബോധം വന്നു. നോളജ് ചേച്ചിക്കുണ്ട്. സൂപ്പർ പാട്ടായിരുന്നു. ഒരു രക്ഷയില്ല. ചേച്ചിക്കും എല്ലാവർക്കും ഉണ്ട്. ഉണ്ണിസാറ് പറഞ്ഞില്ല, മാറ്റിയില്ല. ബോധം. നന്നായി. നല്ല നന്നായിരുന്നു അല്ലേ? ബോധമുണ്ട്. ഷാരൂഖ് ഖാൻ അടിപൊളിയുണ്ട് കേട്ടോ. ആരുഷ് ഖാൻ Yes. എന്താ സ്റ്റൈല്? ക്ലാസ് വെച്ചു. ക്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ആദ്യം ആരുഷിനെ എങ്ങനെ മീറ്റ് ചെയ്തെന്ന് പറയട്ടെ. ഞാൻ ഫാഷൻ ഷോയില് വെച്ചിട്ടായിരുന്നു. ആഹാ. ഞങ്ങള് ഒറ്റ ടേക്കില് എല്ലാം അടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അസുഖമാണ്. ഓ അങ്ങനെയാണല്ലേ? എന്നാ എനിക്കൊരു റാമ്പ് വാക്ക് കാണണം ഇന്ന്. ഓക്കെ. രണ്ടുപേരുടെ. ആരുഷ് എവിടെയാ സ്ഥലം? ഞാൻ കാക്കനാട്, എറണാകുളം. ഓ ഇവിടെ തന്നെയാണ്. യു ലുക്കിംഗ് വെരി സ്റ്റൈലിഷ്. വെരി സ്റ്റൈലിഷ് ബോയ്. മിടുക്കനാണല്ലോ. മിടുക്കൻ. അതെ 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 അതെ. അങ്ങനെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് മിടുക്കനാണെന്ന്? ഒരു 5-6 അച്ഛൻ പേര്. അമ്മ ഒരു സ്കൂൾ എല്ലാ സ്കൂളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കൂളോ? അല്ല എന്റെ സ്കൂൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏത് ക്ലാസ്സിലെ മോൻ? ഞാൻ 4th. 4th സ്റ്റാൻഡേർഡ്. ഓക്കെ. നല്ല പാർട്ട്ണർ ആയിട്ട് കിട്ടി അല്ലേ? അതെ, നല്ല പേര്, അടിപൊളി കേട്ടോ ഡാൻസ് ചെയ്യാനൊക്കെ. ആരുഷ് കൊള്ളാം. ആരുഷ് കൊള്ളാം. പക്ഷേ ടെസ്സ അല്ലേ? ടെസ്സയും കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു എം ജെ സർ. ആര്യ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ടോ ആ സ്റ്റൈല്? കണ്ടോ മതി ഇത്. എന്തോ ഒരു പ്രശ്നം. ആ സ്റ്റൈല് കണ്ടോ? ആ ചെയിനൊക്കെ കണ്ടോ? പാൻസ് ഇങ്ങനെ
തൂങ്ങിയ ആ ചെയിനൊക്കെ കണ്ടോ? അപ്പുറം ഇത് ഫാഷൻ ഷോയ്ക്ക് തൂക്കിയിടുന്ന എന്തോ മാല പോലത്തെ ഒരു സാധനം അമ്മ ആണോ? എന്താണ് തട്ടിക്കൂട്ടി ഇവിടെ ഇട്ട. അത് കൊള്ളാം. പക്ഷെ ആരുഷ പോടാന്നൊക്കെ വിളിച്ചിട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോ പറയണം ടെൻഡൻസി വന്നിട്ടുണ്ട്. ആ പറഞ്ഞു. ഓടി ഒറ്റ വാക്കല്ലേ പറഞ്ഞേ. അപ്പൊ തിരിച്ചു പറഞ്ഞേ. ഓടി പെരും കള്ളി. ഇവിടെ പോടാ. ഈ ഓടി എനിക്കിത് പിടിച്ചു മാറ്റാൻ അറിഞ്ഞൂടാ കേട്ടോ. ഞാനും സാർ ഇത് പ്രശ്നമാവും. എം ജെ സാർ ആദ്യം തിരിച്ചു പറയാൻ പറഞ്ഞേ. ഇനി എം ജെ സാറിനോട് അയക്കും അടുത്ത ഞങ്ങളാദ്യം പ്രശ്നം ഉണ്ടാക്കില്ല. അയ്യോ. എനിക്കുള്ള അനിയത്തിനെ പോലെ പക്ഷെ കൂടെ പറപ്പല്ല. എസ്കോട്ടിലും ബീപ്പില് ഗംഭീരായല്ലേ? വേറെ ലെവലായിരുന്നു. പ്രീപെയ്ഡ് എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല രസമുണ്ട്. ഒരു മോഡേൺ പാട്ട് മൊത്തത്തിൽ. അതിനകത്ത് ലൈൻ ഉണ്ട്. ഇന്റർനെറ്റിൻ വലയിൽ വീഴും മോട്ടൻ കളിക്കാലം. മോഡേൺ കലികാലം. നമ്മളിപ്പോ 2026 പാടുമ്പോ അവരുടെ അപ്പൂപ്പന്മാരൊക്കെ കാണുന്നുണ്ടാവും. എവരുടെ അപ്പൂപ്പന്മാര്? ഈ ആക്ടേഴ്സ് എല്ലാം കാണുന്നുണ്ടാവും ചിലപ്പോ. ഇത് 2004 2004 അപ്പൂപ്പന്മാര് 2006 എല്ലാം കാണുന്നുണ്ടാവും കേട്ടോ. ജെൻ ആൽഫ ബീറ്റ ഗാമയാണോ? ദെൻ ആൽഫ മോഡേൺ കലിക്കാലം. ആൽഫ മോഡേൺ കലികാലം. കലികാലം. ആൽഫ എന്തുവാ? അൽഫാമോ? അൽഫാം അല്ല, അതന്നെ അതന്നെ കറക്റ്റ്. അൽഫാം. ജെൻ അൽഫാം. ജെൻ എന്തുവാ? പുതിയൊരു ഫ്ലേവർ. ജനറേഷൻ. ജനറേഷൻ. ഓ ജനറേഷൻ. ന്യൂ ജെൻ. ആരുഷേ, അതെ. ഇനി കുറച്ചും കൂടെ മുടി വളർത്തിയാലേ മുന്നോട്ട് പിന്നെ കണ്ണു കാണാൻ പറ്റുമോ? ബാക്കിൽ പക്ഷെ കുറെ സ്കൂളിലേക്ക് സ്പെഷ്യൽ പെർമിഷൻ വേണം. ഞാൻ കൊറേ സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തു. അവരാണെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആന്ന് പറഞ്ഞു. ലാസ്റ്റ് പെർമിഷൻ. മുടി വെട്ടാനല്ലേ? ഇനി മുന്നോട്ട് മുടി വെട്ടിയില്ലെങ്കിലേ കണ്ണു കാണാൻ പറ്റൂല. കണ്ണു കാണാം. അപ്പൊ ഗംഭീരായിട്ടോ, രണ്ടുപേരും കൂടെ ഗംഭീരായി അടിച്ച് പൊളിച്ച് തകർത്ത്. രണ്ടുപേരും ഗംഭീരായി. രസമായിരുന്നു പെർഫോമൻസ്. ടെസ ബേബി കിഡിലെ മൂവ്സ്. ആരുഷ് കിഡിലെ മൂവ്സ് ഒന്നും പറയാനില്ല. ചേച്ചി കണ്ടില്ലേ? ഏത് മൂൺ വോക്ക് ഒക്കെ ഒരു രക്ഷയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ വലുതാവുമ്പോ എന്തായിരിക്കും? അല്ല, എനിക്ക് ആ റാമ്പ് വോക്ക് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരുമോ? മൈക്കിൾ ജാക്സൺ ആവും. രണ്ടുപേരും കൂടെ ഒരു റാമ്പ് വോക്ക്. അടിപൊളി. കയ്യിന്ന് പോയി. നല്ല സ്റ്റേജ് പ്രസൻസ് കിട്ടോ രണ്ടുപേർക്കും. അടിപൊളി. പിടിക്കാൻ നോക്കി. രണ്ടുപേർക്കും പോരട്ടെ. ആരുഷിനും നമ്മുടെ ടെസക്കുട്ടിക്കും ഒരു മധുരമഴ. Bye bye. See you. Bye bye Arush and Tessa baby.